Next, we are going to discuss about the validity of ray optics. Validity of ray optics, up to what range the ray optics can be valid. That in bracket you can see that it is Fresnel distance. We will see that what is that. Anyway, it is the distance. Or distance is clear. Endana distance. Distance, it is the distance of the screen from the slit. Now, this is our slit angle. A screen you can see there. The screen slit distance. Screen distance. That is slit distance. So that the spreading of the light due to diffraction from the center of the screen. From the center of the screen. That is the center of the screen. Is just equal to the size of the slit. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയാണ് സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇതുവരെ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതാണല്ലോ നമ്മുടെ സ്പ്രെഡ് ചെയ്യുന്ന ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആ ഏരിയ സ്ക്രീനിൽ. അപ്പോൾ അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ആ ഡിസ്റ്റൻസ്, അതായത് ഇപ്പോൾ സെൻറ്റർ മുതൽ ഈ സ്പ്രെഡ് ചെയ്യുന്നു വരുന്ന ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്? നമ്മുടെ സ്ലിറ്റിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെനൽ ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദാറ്റ്? വൺസ് അഗെയിൻ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്ക്രീൻ ഫ്രം ദ സ്ലിറ്റ്. ഡി ആണത്. ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫ്രെനൽ ഡിസ്റ്റൻസ്. എപ്പോഴാണ് നമ്മളത് എടുക്കുന്നത്? സോ ദാറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ലൈറ്റ് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ക്രീൻ ഈസ് ജസ്റ്റ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ സ്ലിറ്റ്. ആ സ്പ്രെഡിങ് വരുന്ന സെൻറ്ററിൽ നിന്ന് ആ ഡിസ്റ്റൻസും എയും നമ്മൾ ഈക്വൽ ആവുന്ന ആ സമയത്തുണ്ടാവുന്ന ഡിയുടെ വാല്യൂ ആണ് ഫ്രെനൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് എ സ്മോൾ ഫിഗർ വാട്ട് വി ഹാവ് ഡ്രോൺ ഓൾറെഡി. ഇവിടെ നമുക്ക് സ്ലിറ്റ് ഉണ്ട്, ഒരു സ്ക്രീൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇൻക്ലിനേഷൻ വരുന്നത് എത്രയാണ്? തീറ്റയാണ്. മൊത്തം തീറ്റ വരുന്നത് 2 തീറ്റയാണ് നമ്മൾ പറയുക അല്ലേ. ആംഗുലർ വിഡ്ത്ത് വി ക്യാൻ സേ ഇറ്റ് ഈസ് 2 തീറ്റ. അപ്പോൾ ലീനിയർ വിഡ്ത്ത് നമ്മൾ പഠിച്ചാണ് ട്വൈസ് ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് മിനിമത്തിൻ്റെ, അതായത് ആ സാധാരണ വിഡ്ത്തിൽ നിന്ന് ഡബിളാണ് സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് നമ്മൾ പഠിച്ചത്. ഹിയർ വി ക്യാൻ സേ ആംഗുലർ പൊസിഷൻ ഓഫ് ദി ഫസ്റ്റ് സെക്കൻഡറി മിനിമം. ഫസ്റ്റ് സെക്കൻഡറി മിനിമം വരുന്നത് എന്താണ്? ആ ആംഗുലർ പൊസിഷനെ നമ്മൾ പറയുന്നത് ഹാഫ് ആംഗുലർ വിഡ്ത്ത് ഓഫ് ദി സെൻട്രൽ മാക്സിമം. ശരിക്കും സെൻട്രൽ മാക്സിമത്തിൻ്റെ ആംഗുലർ വിഡ്ത്ത് എത്രയാണ്? 2 lambda by a ആണ്. ദാറ്റ് ഓൾറെഡി വി ഹാവ് സ്റ്റഡീഡ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും 2 തീറ്റയാണ്. സോ 2 lambda by a. നൗ വി ക്യാൻ സേ ദാറ്റ് ഇത് നമ്മുടെ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? എ സൈൻ തീറ്റ ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. അപ്പോൾ എ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡയാണ് നമ്മുടെ മിനിമത്തിൻ്റെ ഇക്വേഷൻ. സോ വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ എ. എനെ നമ്മൾ പ്രത്യേകം കൊണ്ടുവന്നു. സൈൻ തീറ്റ എപ്പോഴാണ് തീറ്റ ആവുന്നത്? വെൻ തീറ്റ ഈസ് വെരി സ്മോൾ. വെൻ തീറ്റ ഈസ് വെരി സ്മോൾ വി ക്യാൻ സേ സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു തീറ്റ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? തീറ്റ 1 ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ. ദ ഫസ്റ്റ് ആയത് കാരണം വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് തീറ്റ 1 ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ. ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഫിഗറൊക്കെ വരച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മളൊക്കെ അറിയാം. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ബൈ റേഡിയസ്. ഇതാണ് നമ്മൾ ആർക്കായിട്ട് എടുത്താൽ ഇത് റേഡിയസ് ആയിട്ട് എടുക്കാം. വി ക്യാൻ ജസ്റ്റ് കൺസിഡർ. ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദിസ് ഈസ് ദ ആർക്ക് ആൻഡ് ദിസ് ഈസ് ദ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ വിൽ ടേക്ക് y1 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു തീറ്റ 1. ഇത് നമ്മൾ തീറ്റ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ y1 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു തീറ്റ 1. സോ തീറ്റ 1 വാട്ട് വി ഗോട്ട് ഇറ്റ്? ലാംഡ ബൈ എ. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡി ഇൻറ്റു ലാംഡ ബൈ എ. So y1 is equal to d into lambda by a. We got it. ഇനി നമ്മൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. The diffraction from the center of the screen is just equal to the size of the slit-ന് ഈക്വൽ ആക്കുന്നു. y1 is equal to a. അപ്പോൾ a is equal to d lambda by a. അപ്പോൾ a into a എന്താ വരിക? a squared. So a squared is equal to d lambda. Then what is d? a squared by lambda. ഈ ഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെനൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നോക്കൂ, ഫ്രെനൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സ്ലിറ്റ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് എസ് ഡി ഈസ് ദ ഫ്രെനൽ ഡിസ്റ്റൻസ് ആൻഡ് വി വിൽ റൈറ്റ് ഇറ്റ് ആസ് ZF എന്നാണ് നമ്മൾ എഴുതാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ZF. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? a squared by lambda. This is the validity of ray optics. We can say that if the Fresnel distance is a squared by lambda,
we can say the ray optics is valid. And now what more we can say? If lambda is very small, the Fresnel distance will be more. So, for the validity we can say lambda should be very, very small. The wavelength of the light should be very small. Okay.